നമസ്കാരം. UPSC മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത് പ്രിലിംസ് 2021 എക്സാമിന് വേണ്ടിയാണ്. സോ അതിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് GS പേപ്പറിലും GS3 എന്ന പേപ്പറിലും ബേസ് ചെയ്താണ് അത് വരുന്നത്, ഈ ടോപ്പിക്ക് വരുന്നത്. സോ നമ്മൾ ഏത് പുസ്തകത്തിൽ നിന്നാണ് റിവൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാവു IASൻ്റെ ഫോക്കസ് എന്ന മാഗസീനിൽ നിന്നാണ്. നമുക്കറിയാം, എന്തായാലും ഒരു മാഗസീൻ ഉറപ്പായിട്ടും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. സോ ഞാൻ ഫോളോ ചെയ്യുന്ന മാഗസീൻ റാവു IASൻ്റെയാണ്. അവരുടെ മാഗസീൻ അവരുടെ ഡെയിലി ന്യൂസ് സിംപ്ലിഫൈഡിൽ നിന്ന് വളരെ രണ്ടും ഒരേപോലെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ വളരെ സുഖമായി തോന്നി. അതുകൊണ്ടാണ് ഇത് ഫോളോ ചെയ്യാനുള്ള കാരണം. എല്ലാ ന്യൂസസും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് മാഗസീനിൽ കാണുന്നുണ്ട്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഈ ഡിസ്കഷൻ്റെ ഏറ്റവും അവസാനമുള്ളതാണ് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഈ ഒരു 30 മിനിറ്റ് വീഡിയോ കൊണ്ട് നമുക്ക് എന്തായാലും ഒക്ടോബർ മാസം സയൻസ് ആൻഡ് ടെക്നോളജി സെക്ഷനിൽ എന്തൊക്കെ വാർത്തകൾ വന്നിരുന്നു, അതിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയ അനാലിസിസ് തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഫസ്റ്റ് ന്യൂസ് കാണിച്ചിരിക്കുന്നത് വാക്സിൻ ഡെവലപ്മെൻ്റ് ആണ്. ഇത് ബയോടെക്നോളജിയുടെ ബേസ് ചെയ്ത് വരുന്നൊരു ടോപ്പിക്കാണ്. ഹിന്ദുവിൽ നിന്ന് ടൈപ്സ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുത്ത വാർത്തകളെ ബേസ് ചെയ്താണ് ഇവർ തന്നിരിക്കുന്നത്. സോ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകമെമ്പാടും കൊറോണ ഔട്ട് ബ്രേക്കിൻ്റെ പ്രശ്നത്തിൽ വളരെ പ്രശ്നപ്പെട്ടിരിക്കുകയാണ്. സോ നമ്മുടെ പല രാജ്യങ്ങളിലും ലോക്ക്ഡൗൺ എല്ലാം വരുന്നത് ഒക്ടോബർ മാസത്തെ വാർത്തയാണ് ഈ വായിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഡിക്കൽ പ്രൊഫഷൻസ് എല്ലാവരും ഒരുപാട് ദിവസങ്ങൾ വർക്ക് ചെയ്യുകയാണ്, പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൊറോണ വൈറസ് വന്ന ആൾക്കാരെ ഒരുപാട് സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട് 12 മുതൽ 18 മാസം വരെ വേണം നമുക്ക് വാക്സിൻ ഡെവലപ്പ് ചെയ്യാമെന്ന്. പക്ഷേ അത് ഇത്തരം സാഹചര്യത്തിൽ അത് പോസിബിളാണെന്ന് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണ് ഈ 12 to 18 മാസം വരെ ആകുന്നത് എന്നുള്ളതാണ് താഴത്ത് പറയുന്നത്. വാക്സിൻ ഡെവലപ്മെൻറ്റിന് സമയമെടുക്കും, കാരണം 6 സ്റ്റേജാണ് വാക്സിൻ ഡെവലപ്മെൻറ്റിനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോർമലി വാക്സിൻ പ്രൊഡക്ഷന് 8 വർഷ കാലാവധിയാണ് ഇവർ പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കോവിഡിൻ്റെ ഇത്രയും പ്രശ്നമായ സമയത്ത് നമ്മൾ 12 മുതൽ 18 മാസത്തിനുള്ളിൽ വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിലെന്താ അവർ പറഞ്ഞു നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് റിസർച്ച് എന്നുള്ളതാണ്. അതായത് നമുക്ക് വന്നിരിക്കുന്ന വൈറസിനനുസരിച്ച് ഏത് വാക്സിനാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് റിസർച്ച് നടത്തണം. സാധാരണ 4 വർഷം 2 വർഷത്തോളം കാലയളവ് റിസർച്ചിന് എടുക്കുന്നതാണെങ്കിലും ഇപ്പോൾ 6 മാസത്തിനുള്ളിൽ റിസർച്ച് പൂർത്തീകരിക്കും. അതിനുശേഷം പ്രീ ക്ലിനിക്കൽ പ്രിപ്പറേഷൻ എന്നൊരു സംഭവമുണ്ട്. പ്രീ ക്ലിനിക്കൽ പ്രിപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അതാണ് അതിൻ്റെ മെഡിക്കൽ പ്രൊഫഷൻസ് അതിലുള്ള സെൽ കൾച്ചറിനെയും ടിഷ്യൂ കൾച്ചറിനെയും സിസ്റ്റത്തെ ഉപയോഗിച്ചിട്ട് അതായത് ടിഷ്യൂ കൾച്ചർ സിസ്റ്റം അല്ലെങ്കിൽ ആനിമൽ ടെസ്റ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഈ വാക്സിൻ മനുഷ്യന് ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനെയാണ് പ്രീ ക്ലിനിക്കൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് കടന്നു പോയാൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്താവുള്ളൂ. മിക്ക നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്സിൻസ് ഈ സ്റ്റേജ് കടന്നു പോകാറില്ല. അപ്പോൾ തന്നെ അത് ഏതെങ്കിലും അത് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് കാണിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ വാക്സിൻ ഡിനേ ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ്, പ്രീ ക്ലിനിക്കൽ പ്രിപ്പറേഷൻ. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പാണ് ക്ലിനിക്കൽ ട്രയൽ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഒരു സ്പോൺസർ വരും, യൂഷ്വലി പ്രൈവറ്റ് കമ്പനി അപ്ലൈസ് ഫോർ അപ്രൂവൽ ഓഫ് വാക്സിൻ അപ്രൂവലിന് വേണ്ടി അപ്ലൈ ചെയ്യും. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമേ ഈ വാക്സിനുള്ള അപ്രൂവൽ നൽകാനുള്ള അവകാശമുള്ളൂ. വൺസ് ദ പ്രൊപ്പോസൽ ഹാസ് ബീൻ അപ്രൂവ്ഡ്, അങ്ങനെ ഒരു വാക്സിൻ അപ്രൂവൽ നൽകി കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് വാക്സിൻ നീഡ് ടു 3 ട്രയൽ സ്റ്റേജ് ഓഫ് ഹ്യൂമൻ ടെസ്റ്റിംഗ്. അപ്പോൾ ഒരു കമ്പനി വരുന്നു, കമ്പനി വാക്സിൻ അപ്രൂവലിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഏത് ക്ലിനിക്കാണോ വാക്സിൻ ഉണ്ടാക്കുന്നത് അവരാണ് അപ്രൂവൽ കൊടുക്കുക. അവർ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി എന്തെന്ന് വെച്ചാൽ 3 ഫേസിലൂടെ ഈ 3 ഫേസ് ഓഫ് ഹ്യൂമൻ ടെസ്റ്റിങ്ങിലൂടെ ഈ വാക്സിൻ കടന്നു പോകും. അതിൽ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 അങ്ങനെ 3 തരം തിരിച്ചിട്ടുണ്ട്. ഫേസ് 1 എന്നുള്ളത് ഒരു വളരെ കുറച്ച് കൂട്ടം ആൾക്കാരിൽ മാത്രം നമ്മൾ വാക്സിൻ ഇഞ്ചെക്ട് ചെയ്ത് നോക്കും. എന്നിട്ട് അവരത് എങ്ങനെ പ്രതികരിക്കുന്നു, അവരുടെ ബോഡി എങ്ങനെ പ്രതികരിക്കുന്നു, അത് സേഫ് ആണോ അതോ അതിലെന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടോ, റെസ്പോൺസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഫേസ് 1 ചെയ്യുന്നത്. അടുത്തതാണ് ഫേസ് 2. ഫേസ് 2 നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 100ൽ പരം ആൾക്കാരെ, ആദ്യം കുറച്ച് ആൾക്കാരായിരുന്നു, പിന്നെ 100ൽ പരം ആൾക്കാരെ നമ്മൾ ഈ വാക്സിൻ ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് അവരുടെ ഇമ്മ്യൂജനിസിറ്റിക്ക് എന്താ മാറ്റം വരുന്നത്, അത് സേഫ് ആണോ, എത്ര ഡോസ് കൊടുക്കണം അവർക്ക്, അവർ ഇമ്മ്യൂണൈസേഷൻ ഇപ്പോൾ നമ്മൾ ഒരു വാക്സിൻ അടുത്ത ഡോസ് എപ്പോഴാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫേസ് 2ലേക്ക് പോകുന്നത്. അടുത്താണ് ഫേസ് 3. ഫേസ് 3 എന്നുള്ളതിൽ നമ്മൾ ഒരു 1000കണക്കിന് ആൾക്കാരിലേക്ക് വാക്സിൻ ഒരേപോലെ ഇഞ്ചെക്ട് ചെയ്ത് നോക്കും. അപ്പോൾ അതിന് എന്തെങ്കിലും റെയർ ആയിട്ടുള്ള സൈഡ് ഇഫക്റ്റ്, ഇപ്പോൾ നമ്മൾ 1000 പേര് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴേക്കും ഒരാൾക്ക് സൈഡ് ഇഫക്റ്റ് കിട്ടുന്നുണ്ടാവുക, കോമൺ ആയിട്ട് കാണിക്കാത്തുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് 1000കണക്കിന് ആൾക്കാരിലേക്ക് വാക്സിൻ ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിൻ്റെ റെയർ സൈഡ് ഇഫക്റ്റ് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്മോളർ ഗ്രൂപ്പിൽ കിട്ടാത്തത് ചിലപ്പോൾ ഈ ലാർജർ ഗ്രൂപ്പിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ 3 ക്ലിനിക്കൽ ട്രയൽ. സാധാരണ ഇത് 5 വർഷത്തോളം എടുക്കുന്നൊരു പ്രോസസ്സാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത്രയും സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒരു 1.5 വർഷത്തിനുള്ളിൽ ക്ലിനിക്കൽ ട്രയൽ തീർക്കാൻ പറ്റുന്നതാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അടുത്ത 4ാമത്തെ പ്രോസസ്സാണ് അപ്രൂവൽ.
അപ്പോൾ ഈ റെഗുലേറ്ററി റിവ്യൂ ആൻഡ് അപ്രൂവൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ വാക്സിൻ എല്ലാ ഫേസിലൂടെയും കടന്നു പോയാൽ ദ വാക്സിൻ ഡെവലപ്പർ സബ്മിറ്റ് എ ലൈസൻസ് ആപ്ലിക്കേഷൻ ടു ദി റെഗുലേറ്ററി അതോറിറ്റിക്ക് ഒരു ലൈസൻസ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. സോ അത് സബ്മിറ്റ് ചെയ്താൽ അത് നമ്മൾ അപ്രൂവ് ചെയ്യും. അങ്ങനെയാണ് സംഭവം. അടുത്ത 5ാമത്തെ പ്രോസസ്സാണ്. അപ്പോൾ ഈ ലൈസൻസ് കിട്ടിയിട്ട് വേണം അത് നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. സാധാരണ ലൈസൻസ് കിട്ടാൻ 6 മാസത്തോളം എടുക്കും, 1 വർഷത്തോളം എടുക്കും. ഇപ്പോൾ 6 മാസത്തിനുള്ളിൽ അപ്രൂവ് ചെയ്ത് കൊടുക്കും. അടുത്താണ് മാനുഫാക്ചറിംഗ് എന്നുള്ള പ്രോസസ്സ്. മാനുഫാക്ചർ ചെയ്യുന്നത് എപ്പോഴും ഒരു കമ്പനി ആയിരിക്കും. ആ ലൈസൻസ് അപ്രൂവ് ചെയ്തതിന് ശേഷം ആ ഡ്രഗ് മാനുഫാക്ചറിങ് കമ്പനി അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, എക്യുപ്മെൻറ്റ്സ്, മാസീവ് ക്വാണ്ടിറ്റിയിൽ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനെല്ലാം പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ വാക്സിൻ ഒരുപാട് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു 6 മന്ത്സിനുള്ളിൽ മാനുഫാക്ചർ ചെയ്ത് കഴിയാൻ പറ്റുന്നതാണ് ഇപ്പോൾ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പ്രോസസ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്രൂവൽ കിട്ടിയതിന് ശേഷം നമ്മൾ വാക്സിൻ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആദ്യം തന്നെ കുറച്ച് ആൾക്കാരിലേക്ക് വാക്സിൻ എത്തിക്കും. അതിൻ്റെ കൂടെ തന്നെ അതൊരു ഫേസ് 4 ട്രയലായിട്ടാണ് അതിനെ കാണുന്നത്. അതായത് ഈ ഫേസ് 4 ട്രയൽ എന്ന് പറഞ്ഞാൽ ഈ വാക്സിൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാരിൽ എത്തിയല്ലോ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അത് സേഫ് ആണോ, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, എഫക്റ്റീവ്നെസ് തുടങ്ങിയതെല്ലാം പരിശോധിക്കലും അതിൻ്റെ കൂടെ തന്നെ നടക്കും. അപ്പോൾ ഇതാണ് 5 ഫേസ്. സോ ഇത്രയും ടൈമിൽ കൂടെ കടന്നു പോകാൻ മിനിമം ഒരു 12 to 18 മന്ത്സെങ്കിലും എടുക്കുന്നതാണ് ഒക്ടോബർ മന്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഭാഗ്യവശാൽ ജാനുവരിയിൽ തന്നെ വാക്സിൻ എല്ലാവർക്കും എത്തി തുടങ്ങിയിരുന്നു. സോഷ്യൽ വർക്കേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ് എല്ലാവർക്കും വാക്സിൻ കിട്ടിയിരുന്നു. ആൻഡ് ദിസ് മെയ് നമ്മളിപ്പോൾ 18 ഏജിലുള്ള ആൾക്കാർക്ക് വാക്സിൻ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ നടന്നു. വിചാരിച്ചത്ര കാലാവധിയൊന്നും എടുത്തില്ല. ഇതായിരുന്നു അന്നത്തെ വാർത്ത. ഇനി അടുത്ത. അപ്പോൾ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് നോക്കേണ്ട വാക്സിൻ്റെ ഫേസസ് മാത്രമാണ്. വാക്സിൻ്റെ സ്റ്റെപ്സ് 6 സ്റ്റേജ് ആയിട്ടാണ് വാക്സിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. 6 സ്റ്റേജാണ് ഈ വാർത്തയിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ബ്രാഡിക്കൈനിൻ സ്റ്റോം ഹൈപ്പോത്തസിസ് എന്നൊരു ഹെഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താ സംഭവം നോക്കാം. ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയും ഹെൽത്തിൻ്റെയും ബേസ് ചെയ്ത് വരുന്നൊരു ടോപ്പിക്കാണ്. ചില ആൾക്കാർക്ക് COVID-19 വളരെ സിവിയർ ആയിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡോക്ടർ അതിൻ്റെ റീസൺസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ അനലൈസിസ് വഴി, ഡാറ്റ വഴി ഒരു കാര്യം മനസ്സിലായി. ലങ് പേഷ്യൻസിനാണ് COVID-19 ഇൻഫെക്ഷൻ വളരെ സിവിയർ ആയിട്ട് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ലങ് പേഷ്യൻറ്റിൽ ബ്രാഡിക്കൈനിൻ സ്റ്റോം എന്നൊരു ഫിനോമിന ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കോവിഡിന് ശേഷം. സോ നമുക്ക് അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇത്രയും എക്സ്ട്രീമായിട്ട് ഈ സംഭവിക്കുന്നത് എന്നുള്ള കൂടെ മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഹ്യൂമനുള്ള 2 എൻസൈമിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ബ്രാഡിക്കൈനിൻ സ്റ്റോമിനെ കുറിച്ചും പഠിക്കാനുണ്ട്, ഹ്യൂമൻ എൻസൈമായ ACEയും ACE2യും. അപ്പോൾ അവരെക്കുറിച്ചാണ് ഈ ഹെഡിങ്ങിൽ പഠിക്കാനുള്ളത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാർത്തയാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അബൌട്ട് ACE. Angiotensin converting enzyme ACE is a central component of renin angiotensin system RAS. ഈ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ വിച്ച് കൺട്രോൾ ബ്ലഡ് പ്രഷർ. നമ്മുടെ ബ്ലഡിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യാനാണ്. എങ്ങനെ കൺട്രോൾ ചെയ്യാൻ വെച്ചാൽ ബൈ റെഗുലേറ്റിംഗ് വോളിയം ഓഫ് ഫ്ലൂയിഡ് ഇൻ ബോഡി. നമുക്കറിയാം പ്രഷറും വോളിയം തമ്മിൽ റിലേഷൻ ഉണ്ട്. പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. സോ വോളിയം കൂടിയാൽ പ്രഷർ കുറയും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ RASൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ വിച്ച് കൺട്രോൾ ബ്ലഡ് പ്രഷർ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നു, അങ്ങനെ വോളിയത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമായ ACE they help to relax the veins and arteries to lower the blood pressure. ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വരെ സഹായിക്കുന്നു. അപ്പോൾ അതാണ് ഈ ACE എൻസൈമിൻ്റെ ജോലി. അതുപോലെ ACE2 എന്നുള്ളത് നമ്മുടെ എല്ലാ തരം സെൽസിൽ ഇറ്റ്സ് പ്രസൻറ്റ് ഇൻ മെനി ടൈപ്സ് ഓഫ് സെൽ. ടിഷ്യൂസിലുണ്ട്, ലങ്സിൽ, ഹാർട്സിൽ, ബ്ലഡിൽ, വെസലിൽ, കിഡ്നിയിൽ, ലിവറിൽ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ ട്രാക്റ്റിൽ എല്ലായിടത്തുള്ളതാണ്. ഇത് പ്രസൻറ്റ് ഇൻ എപ്പിത്തീലിയൽ സെൽസിലും ഇത് കാണാം. വിച്ച് ലൈൻ സർട്ടൻ ടിഷ്യൂസ് ആൻഡ് ക്രിയേറ്റ് പ്രൊട്ടക്റ്റീവ് ബാരിയർ. ഓക്കെ, അതൊരു പ്രൊട്ടക്റ്റീവ് ബാരിയർ തരുന്നൊരു ടിഷ്യൂ കൂടിയാണ് ഈ ACE2 എന്നുള്ളത്. അപ്പോൾ എപ്പിത്തീലിയൽ സെൽസിൽ ഇതുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്തെന്താ നോക്കാം. ദ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ബിറ്റ്വീൻ ലങ്സ് ആൻഡ് ബ്ലഡ് വെസൽസ് ഒക്കർ അക്രോസ് എപ്പിത്തീലിയൽ ലൈനിങ് ഓഫ് ദ ലങ്സ്. ലങ്സിൻ്റെ ജോലി നമുക്കറിയാം. ലങ്സാണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ ശ്വസിക്കുമ്പോൾ എത്തുന്ന ഓക്സിജനെയും കാർബൺ ഡയോക്സൈഡിനെയും ബ്ലഡിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ അത് ലങ്സിൻ്റെ ജോലിയാണ്. അപ്പോൾ അത് നടക്കുന്നത് എപ്പിത്തീലിയൽ ലൈനിങ് ഇൻ ദ ലെൻസ്, എപ്പിത്തീലിയൽ ലൈനിങ്ങിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ ഈ ACE2 എന്ന ഈ ACE2 അവിടെ ധാരാളമുണ്ട്. ACE2 ഈസ് പ്രസൻറ്റ് ഇൻ എപ്പിത്തീലിയൽ ലൈൻ. അത് എവിടേക്കുണ്ട് പറയാം, നോസിലുണ്ട്, മൗത്തിലുണ്ട്, ലങ്സിലുണ്ട്. 3 സ്ഥലത്ത് അതുണ്ട്. ലങ്സിലുള്ള ACE2 ഈസ് ഹൈലി അബുണ്ടൻറ്റ് ഓൺ ടൈപ്പ് 2 ന്യൂഫോസൈറ്റ്സ്. ആ ന്യൂഫോസൈറ്റ്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് സെൽ പ്രസൻറ്റ് ഇൻ ദ ചേംബർ വിത്തിൻ ദ ലങ്സ് കോൾഡ് ആൽവിയോളൈ. ലങ്സിലുള്ള ആൽവിയോളൈ ചേംബറിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലാണ് ഈ ന്യൂഫോസൈറ്റ്സുകൾ. ഓക്കെ, വെൻ ഓക്സിജൻ ഈസ് അബ്സോർബ്ഡ് ആൻഡ് വേസ്റ്റ് കാർബൺ ഡയോക്സൈഡ് ഈസ് റിലീസ്ഡ്. ഈ ആൽവിയോളയിലാണ് നമ്മുടെ ഈ ഓക്സിജൻ അബ്സോർവ് ചെയ്യുകയും വേസ്റ്റ് കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ ഈ ACE2 എന്നുള്ളത് വളരെ വൈറ്റലായൊരു എലമെൻ്റ് ആണ്. അതായത് അവർക്ക് ഒരുപാട് ജോലികളുണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് റെഗുലേറ്റിംഗ് പ്രോസസ് സച്ച് ആസ് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുക, മുറിവ് ഉണങ്ങുക, വൂണ്ട് ഹീലിംഗ്, ഇൻഫ്ലമേഷൻ, മുറിവുണ്ടെ മാറ്റുക. അതുപോലെ
ഇറ്റ് ഈസ് കോൾഡ് RAS പാത്വേ. RAS പാത്വേ എന്ന് വിളിക്കും. അത് നമുക്ക് നോക്കണ്ട. അപ്പോൾ ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്നുള്ളത് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുക, വൂണ്ട് ഹീലിംഗ് ഒക്കെയാണ്. AC help to modulate many activities of protein called ANG2. ആൻജിയോടെൻസിൻ 2 എന്നൊരു പ്രോട്ടീൻ ഉണ്ട് ബോഡിയിൽ. സോ അതിൻ്റെ ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യലാണ് AC2യുടെ മറ്റൊരു ജോലി. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. ANG2 എന്തിനു ഉപയോഗിക്കുന്നു? ദാറ്റ് ഇൻക്രീസസ് ബ്ലഡ് പ്രഷർ, ഇൻഫ്ലമേഷൻ, ഇൻക്രീസ് ഡാമേജ് ഓഫ് ബ്ലഡ് വെസൽ ലൈനിങ്, വേരിയസ് ടൈപ്പ് ഓഫ് ടിഷ്യൂ ഇഞ്ചുറി. ANG2 ആണ് വില്ലൻ. ANG2യുടെ വർക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂട്ടുക, ഇൻഫ്ലമേഷൻ കൂട്ടുക, ഡാമേജ് ചെയ്യുക ബ്ലഡ് വെസൽ ലൈനുകളെ, പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ടിഷ്യൂ ഇഞ്ചുറി കൊണ്ടുവരിക. അപ്പോൾ AC2 ആണ് അതിൻ്റെ ആക്ടിവിറ്റീനെ സ്റ്റോപ്പ് ചെയ്യുന്ന ആൾ. പക്ഷേ റിഗാർഡിംഗ് COVID-19, ANG2 ക്യാൻ ഇൻക്രീസ് ഇൻഫ്ലമേഷൻ ആൻഡ് ഡെത്ത് ഓഫ് ദ സെൽ ഇൻ ദ ആൽവിയോളൈ വിച്ച് ഈസ് ക്രിട്ടിക്കൽ ഫോർ ദ ബ്രിങ്ങിങ് ഓക്സിജൻ ഇൻ ടു ബ്ലഡ്. അപ്പോൾ ഈ COVID-19 വരുന്ന ഒരാൾക്ക് എന്ത് വരുന്നത് വെച്ചാൽ ANG2 നന്നായി ഇൻഫ്ലമേഷൻ സംഭവിക്കുകയും സെല്ലുകളെ ഡെത്ത് ചെയ്യുകയും അതുപോലെ ആൽവിയോളയെ നശിപ്പിക്കുകയും. ആൽവിയോളയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്സിജൻ ലങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെയാണ് ANG2 വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ബോഡിയിൽ AC2 ഉള്ളത് കൊണ്ട് ദീസ് ഹാംഫുൾ എഫക്ട്സ് ഓഫ് ANG2 ആർ റെഡ്യൂസ്ഡ് ബൈ AC2. AC2 ആണ് ഇത്ര ANG2യുടെ ഹാംഫുൾ എഫക്ട്സിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, ANG2നെ സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷേ വെൻ SARS-CoV-2 വൈറസ് ബൈൻഡ് ടു AC2യിലേക്ക് കോവിഡ് വൈറസ് വന്ന ഒരാളാണെന്ന് ഇരിക്കുക. കോവിഡ് വൈറസ് വന്ന ആളാണെങ്കിൽ അയാൾ എന്ത് ചോദിച്ചാൽ അത് AC2യിലേക്ക് ബൈൻഡ് ആവുകയും ഇറ്റ് പ്രിവെൻറ്റ് AC2 ഫോർ പെർഫോമിങ് ഇറ്റ്സ് ഫംഗ്ഷൻ, അതിൻ്റെ ഫംഗ്ഷൻ നടത്താൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ AC2ന് മര്യാദക്ക് വർക്ക് ചെയ്യാണ്ടാവും എന്ത് പറ്റും? AC2 ആക്ഷൻ ഈസ് ഇൻഹിബിറ്റഡ്, അല്ലെങ്കിൽ സ്റ്റോപ്പ്. AC2യുടെ ആക്ഷൻ നിൽക്കും. അങ്ങനെ ANG2നെ സിഗ്നൽസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാതാവും. ആൻഡ് മോർ ANG2 ഈസ് അവൈലബിൾ ടു ഇഞ്ചുറി ടിഷ്യൂ. ഒരുപാട് ANG2 പ്രോട്ടീൻസ് ഇഞ്ചുറി ടിഷ്യൂലേക്ക് എത്തുകയും അങ്ങനെ ഹാർട്ടിൽ ലങ്സിലെത്തുകയും കോവിഡ് പേഷ്യൻസിൻ്റെ അവസ്ഥ വളരെ ഭീകരമാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ആൽവിയോളയെ നശിപ്പിക്കുന്നത് ആരാണ്? ANG2 ആണ്. ഇൻഫ്ലമേഷൻ എല്ലാം കൊണ്ടുവരുന്നത് ANG2 ആണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് AC2. എന്തുകൊണ്ട് AC2യുടെ ഫംഗ്ഷനിങ് കുറഞ്ഞു? AC2യുടെ ഫംഗ്ഷനിങ് കുറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SARS-CoV-2 വൈറസ് AC2നെ ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ആക്ടിവിറ്റീനെ സ്റ്റോപ്പ് ചെയ്യിക്കും. ഓക്കെ, ANG2നെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് AC2യുടെ ഫംഗ്ഷൻ. ആ AC2യുടെ ആക്ഷനെ സ്റ്റോപ്പ് ചെയ്യിക്കും. സോ ബ്രാഡിക്കൈനിൻ സ്റ്റോം ഹൈപ്പോത്തസിസ് അതെന്താ സംഭവം നോക്കുക. അതൊരു വലിയൊരു ടോപ്പിക്കാണ്. സോ നമ്മളൊറ്റ ഇതിലേക്ക് പറയാം. ബ്രാഡിക്കൈനിൻ എന്നുള്ളത് നമ്മുടെ പെയിൻ സെൻസേഷനെ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിനെ ലോവർ ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ബോഡിയിലുള്ളത്. AC2നെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ AC2 ആയിട്ടാണ് ബൈൻഡ് ചെയ്യാൻ, AC2 വഴിയാണ് ബോഡിയിലേക്ക് എത്തുക നമ്മളടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ കോവിഡ് വൈറസ് വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു വെച്ച് കഴിഞ്ഞാൽ ലെവൽ ഓഫ് AC ടു ഫോൾ ഇൻ ലെൻസിലുള്ള AC-യുടെ ലെവൽ കുറയുകയും അങ്ങനെ കൂടുതൽ AC2കൾ വരികയും ചെയ്യും. അതിൻ്റെ ഫലമായി അവിടെ മോളിക്യൂൾ ബ്രാഡിക്കൈനിൻ മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുകയും അങ്ങനെ ബ്രാഡിക്കൈൻ സ്റ്റോം എന്നൊരു കണ്ടീഷനിലേക്ക് എത്തുകയും ചെയ്യും. ഇനി ബ്രാഡിക്കൈൻ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ നോക്കാം. ബ്രാഡിക്കൈനിൻ കോസസ് ബ്ലഡ് വെസൽ ടു എക്സ്പാൻഡ്. ധാരാളം ബ്രാഡിക്കൈനിൻസ് വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു വെച്ചാൽ അവർ പ്രഷർ കുറയ്ക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഷർ കുറക്കുന്ന എപ്പോഴും വോളിയം കൂടിയിട്ടായിരിക്കും. അപ്പോൾ ബ്ലഡ് വെസൽസ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത ബ്ലഡ് വെസൽ അവസാനം ലീക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ലീക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്തുള്ള ടിഷ്യൂസൊക്കെ സ്വെല്ല് ചെയ്യാൻ തുടങ്ങും, വീർക്കാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ലീക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ അത് സ്വെല്ല് ചെയ്യാൻ തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി അതിനുശേഷം എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ലെവൽ ഓഫ് സബ്സ്റ്റൻസ് വേറൊരു സാധനം കൂടി ഉണ്ട്. അതിൻ്റെ പേരാണ് ഹൈറോളോണിക് ആസിഡ്. ഈ ഹൈറോളോണിക് ആസിഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് ക്യാൻ അബ്സോർബ് 1000 times of its own weight in water to form hydrogel. ഓക്കെ, അതിൻ്റെ തന്നെ വെയിറ്റിൻ്റെ 1000 ഇരട്ടിയോളം വെള്ളം അത് അബ്സോർവ് ചെയ്തിട്ട് ഈ ഹൈഡ്രോളിക് ആസിഡ് ഹൈഡ്രോജെല്ലായി മാറും. ആ ഹൈഡ്രോജലിൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ബ്രാഡിക്കൈനിൻ സ്റ്റോം സംഭവിച്ചപ്പോൾ എന്ത് പറ്റി? അവിടെ വോളിയം കൂടി അങ്ങനെ ലീക്ക് ആവാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ ഒരുപാട് ലിക്വിഡ് ഹൈഡ്രോളിക് ആസിഡിനോടെ കമ്പൈൻ ചെയ്തു. അങ്ങനെ അതൊരു ഹൈഡ്രോജെല്ലായി മാറി. ഈ ജെല്ലായിട്ടുള്ള സബ്സ്റ്റൻസ് ദാറ്റ് പ്രിവെൻറ്റ് അബ്സോർപ്ഷൻ ഓഫ് ഓക്സിജൻ ഇൻ ലെൻസ്. ഈ ജെല്ലി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഈ ലെൻസിന് ഓക്സിജൻ അബ്സോർവ് ചെയ്യണമല്ലോ. ഓക്കെ, അതിന് മുന്നിലൊരു തടസ്സമായിട്ട് നിൽക്കും. അങ്ങനെ ലെൻസിലേക്ക് ഓക്സിജൻ എത്താണ്ടാവും. സോ സിവിയർലി അഫക്റ്റഡ് COVID-19 പേഷ്യൻസ്. അങ്ങനെ ഓക്സിജൻ എത്താതെയാണ് അവർ മരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ബ്രാഡിക്കൈനിൻ സ്റ്റോം ഉണ്ടാകുന്നു. ബ്രാഡിക്കൈനിൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബ്രാഡിക്കൈനിൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം AC2 ധാരാളമായി അവിടെ എത്തുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ ഫ്ലൂയിഡ് ലീക്കേജ് ആവുന്നു. ബ്രാഡിക്കൈനിൻ സ്റ്റോം വെസൽസിൻ്റെ വോളിയം കൂടുന്നു, ഫ്ലൂയിഡ് ലീക്ക് ആവുന്നു. അങ്ങനെ ആ ഏരിയ മുഴുവൻ സ്വെല്ല് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ എന്ത് പറ്റുന്നു? ഹൈഡ്രോളിക് ആസിഡ് വാട്ടർ അബ്സോർവ് ചെയ്ത് ജെല്ലി ആയിട്ടൊരു സബ്സ്റ്റൻസായി മാറുന്നു. ആ ജെല്ലി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഓക്സിജനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ്
ഇങ്ങനെയാണ് ഓക്സിജൻ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെയാണ് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ലങ്സിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് കോവിഡ് കാരണം വളരെ സിവിയറായി എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത ടോപ്പിക്കാണ് സ്ക്രാംജെറ്റ് ടെക്നോളജി. സോ സ്ക്രാംജെറ്റ് ടെക്നോളജി എന്നുള്ളത് എന്താ സംഭവം നോക്കാം. ദ ഹൈപ്പർസോണിക് എയർ ബ്രീത്തിങ് സ്ക്രാംജെറ്റ് ടെക്നോളജി വാസ് സക്സസ്ഫുൾ ഡെമോൺസ്ട്രേറ്റഡ് ബൈ DRDO. DRDO ആണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. നമ്മുടെ ഡിഫൻസ് റിലേറ്റഡ് ആയ ഒരു വാർത്തയാണ്. ദിസ് വിത്ത് എ ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റഡ് വെഹിക്കിൾ. ഇത് ഇറക്കുന്നത് HSTDV, അതായത് ഹൈപ്പർസോണിക് ടെക്നോളജി ഡെവലപ്പർ വെഹിക്കിളിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇത് ഭാവിയിൽ നമ്മൾ ഹൈപ്പർസോണിക് സൗണ്ട് ശബ്ദത്തിനെക്കാളും വേഗതയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ക്രൂയിസ് മിസൈലുകൾ വെഹിക്കിൾസും ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താ നോക്കാം. അതായത് ഹൈപ്പർസോണിക് സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സൗണ്ടിൻ്റെ വേഗതയേക്കാളും സ്പീഡുള്ളത്, അതായത് വിച്ച് ഈസ് സ്റ്റാർട്ടഡ് അറ്റ് സ്പീഡ് ഓഫ് മാക് 5 ആൻഡ് എബോവ്. മാക് 5 എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ വേഗതയേക്കാളും 5 ഇരട്ടി സ്പീഡ് കൂടുതൽ, അതാണ് ഈ മാക് 5 എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത HSTDVനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്നുള്ളത് ഒരു അൺമാൻഡ് സ്ക്രാംജെറ്റ് ഡെമോൺസ്ട്രേറ്റർ എയർക്രാഫ്റ്റ് ആണ്. അതായത് നമ്മുടെ ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് വിച്ച് ക്യാൻ ഹെൽപ്പ് ടു ലോഞ്ച് സ്മോൾ സാറ്റലൈറ്റുകൾ വരെ ലോഞ്ച് ചെയ്യാൻ അതിനെക്കൊണ്ട് സഹായിക്കും. HSTDVനെ കൊണ്ട് സഹായിക്കും. അപ്പോൾ അങ്ങനെ ലോഞ്ച് ചെയ്യാൻ സഹായിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോഞ്ചിങ്ങിന് വേണ്ടി ഒരുപാട് കോടികളാണ് നഷ്ടം വരുന്നത്. കാരണം ലോഞ്ച് വെഹിക്കിൾ ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പകരം ഇങ്ങനത്തെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ HSTDV പോലത്തെ സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റാം, ലോഞ്ചിങ് എല്ലാം വളരെ ചീപ്പസ്റ്റ് ആയ രീതിയിൽ നടത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ HSTDVനെ കുറിച്ച് അത്രയേ ഉള്ളൂ. അത് ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിളാണ്, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് സ്ക്രാംജെറ്റ് എഞ്ചിൻ എന്ന് വെച്ചാൽ എന്താണ്. സ്ക്രാംജെറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ജെറ്റ് എഞ്ചിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതിന് നമ്മൾ എയർ ബ്രീത്തിങ് എൻജിൻസ് എന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എബിലിറ്റി ടു ഹാൻഡിൽ എയർ ഫ്ലോ ഓഫ് സ്പീഡ് ഇൻ മൾട്ടിപ്പിൾ ഓഫ് സ്പീഡ് ഓഫ് സൗണ്ട്. ഓക്കെ, അതായത് ശബ്ദത്തിൻ്റെ സ്പീഡിനേക്കാൾ ഇരട്ടിയോളം സ്പീഡിൽ എയർ ഫ്ലോനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നല്ല സ്പീഡിൽ ഈ സ്ക്രാംജെറ്റ് എൻജിൻസിന് മൂവ് ചെയ്യാൻ പറ്റും. അവിടെ മറ്റൊരു എഞ്ചിനുണ്ട്, റാംജെറ്റ് ഓപ്പറേറ്റ്സ് ബൈ കമ്പഷൻ ഓഫ് ഫ്യൂൽ കമ്പഷൻ നടത്തിയിട്ട് തന്നെയാണ് റാംജെറ്റ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതിനെ ഓപ്പോസ് ചെയ്ത് വരുന്ന കാറ്റിൽ ആ എയറിൽ നിന്ന് തന്നെ ആ എയർ കംപ്രസ് ചെയ്താണ് ആ ഫ്യൂൽ കത്താനുള്ള എയർ അവർ എടുക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. സോ നോർമൽ ജെറ്റ് എഞ്ചിനെ പോലെയല്ല. നോർമൽ ജെറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ സെക്ഷൻ ബ്ലേഡുകൾ ഉണ്ടാവുക, ഫാൻ ബ്ലേഡ്സാണ് ഉണ്ടാവുക എയറിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഈ റാംജെറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സൂപ്പർസോണിക് ആണ്, ഭയങ്കര ഫാസ്റ്റിൽ പോകുന്നതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന എയറിനെ തന്നെ അത് യൂസ് ചെയ്തിട്ട് കമ്പഷൻ നടത്തിയിട്ട് മുന്നോട്ടേക്ക് പോകും. ഓക്കെ, സോ ഇത്തരം റാംജെറ്റ് എഞ്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ മാക് 3 മുതൽ മാക് 6 വരെ സ്പീഡിൽ അവർക്ക് പോകാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അടുത്താണ് സ്ക്രാംജെറ്റ് എന്നുള്ളൊരു സാധനം. അതായത് സൂപ്പർസോണിക് കമ്പഷൻ റാംജെറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എസും കൂടെ മുന്നിൽ വന്നിട്ടുണ്ട് സ്ക്രാംജെറ്റിൻ്റെ. അപ്പോൾ അതാണ് സംഭവം, സൂപ്പർസോണിക് കമ്പഷൻ റാംജെറ്റ്. ഇറ്റ്സ് എ റാംജെറ്റ് എഞ്ചിൻ ഇൻ വിച്ച് എയർ ഫ്ലോ ത്രൂ ദി എഞ്ചിൻ റിമെയിൻ സൂപ്പർസോണിക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന എയർ ഫ്ലോയും സൂപ്പർസോണിക് ആയിട്ടാണ് പോകുന്നത്. അതായത് സൗണ്ടിൻ്റെ സ്പീഡിനേക്കാൾ സ്പീഡിലാണ്. അപ്പോൾ അതാണ് പ്രത്യേകത. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്ക്രാംജെറ്റ് പവർഡ് വെഹിക്കിൾസ് ഹാവ് ഓപ്പറേറ്റ് വിത്ത് ദ സ്പീഡ് ഓഫ് അറ്റ്ലീസ്റ്റ് മാക് 15. ഓക്കെ, മറ്റേത് ഓപ്പോസിറ്റ് വരുന്ന എയറിനെ ഇവർ കംപ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനെ റാംജെറ്റ് എഞ്ചിൻ എന്ന് വിളിക്കുക. അപ്പോൾ എയർ ബ്രീത്തിങ് എഞ്ചിൻസ് എന്ന് വിളിച്ചിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് വരുന്ന എയർ നമ്മുടെ സൂപ്പർസോണിക് വേഗതയിലാണ് ആ എയറിന് എടുക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നേരത്തേക്കാളും ഫാസ്റ്റസ്റ്റ് ആയിട്ട് മാക് 15 വരെ മിനിമം ഇതിന് കയറാൻ പറ്റുന്നതാണ് പറയുന്നത്. അടുത്ത നമുക്ക് ഈ സ്ക്രാംജെറ്റ് എഞ്ചിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഡസ് നോട്ട് ക്യാരി ആൻ ഓക്സിജൻ ടാങ്ക്. അതാണ് അതിന് പ്രത്യേകിച്ച് എയർ നമ്മളിവിടുന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കംപ്രഷന് വേണ്ടിയുള്ള എയർ എല്ലാം സർഫസ് ഇറക്കുന്നുണ്ട്. ഓക്സിജൻ ടാങ്ക് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. നോ റൊട്ടേറ്ററി പാർട്ട് മേക്ക് ഇറ്റ് ഈസിയർ ഫോർ മാനുഫാക്ചർ. റൊട്ടേറ്ററി പാർട്ടുകളൊന്നുമില്ല, കംപ്രഷൻ ബ്ലേഡുകളൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല. അതുകൊണ്ട് ഇത് മാനുഫാക്ചർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ലെസ് വെയിറ്റ് ആണ്, സിമ്പിൾ ഡിസൈനാണ്. സോ ഇവിടെ പ്രൊപ്പല്ലൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജനെയാണ്. പിന്നെ അത് കമ്പഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓക്സിജൻ ആണെങ്കിലോ ശബ്ദത്തിൻ്റെ വേഗത്തിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ ഇവിടുന്ന് ഒരു പ്രൊപ്പല്ലേഷന് വേണ്ടി കൊണ്ടുപോകും. ബാക്കി അത് കത്താൻ വേണ്ടിയുള്ള ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ എടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് H2 ആണ് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരിക. കാരണം നമ്മൾ കൊണ്ടുപോകുന്ന ഹൈഡ്രജനും അന്തരീക്ഷത്തിൽ ഓക്സിജനോട് ചേർന്ന് H2 ആണ് ബൈ പ്രോഡക്റ്റ്. സോ അതുകൊണ്ട് ഇത് വളരെ എക്കോ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. സ്ക്രാംജെറ്റ് ഈസ് വെരി എക്കോ ഫ്രണ്ട്ലി. എന്താണ് ഇത്തരം സ്ക്രാംജെറ്റ് എഞ്ചിൻ്റെ ഒരു ആവശ്യകത? ദിവസം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ സാറ്റലൈറ്റുകൾ സാധാരണ ഓർബിറ്റിൽ കൊണ്ടുപോയി ലോഞ്ച് ചെയ്യാറുണ്ട്. സോ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ നേരം നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓക്സിഡൈസറാണ് മെയിനായിട്ട് ക്യാരി ചെയ്യാറുള്ളത്. അതായത് ഫ്യൂവലിൻ്റെ 70% നമ്മൾ
പ്രൊപ്പല്ലൻ്റ്, ബാക്കി മൊത്തം അതിൻ്റെ ഓക്സിഡൈസറാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഇത്രയും ഓക്സിഡൈസർ വെച്ചിട്ട് നമ്മൾ അപ്പോൾ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ കൊണ്ടുവന്ന സാധനം വൺ ടൈം യൂസിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ വരെ പോയി ലോഞ്ച് ചെയ്യാന്നുള്ള മാത്രമേ എൻ്റെ ഇതുള്ളൂ. കുറേ കഴിയുമ്പോഴത്തേക്കും സാറ്റലൈറ്റ് നമ്മളെ വിടുന്ന ലോഞ്ച് വെഹിക്കിൾ നശിച്ചു പോവുകയും എവിടെയെങ്കിലും വന്ന് വീഴുകയും ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ഇത്രയും ഒരു ലോഞ്ചിങ്ങിന് വേണ്ടി ഇത്രയും എക്സ്പെൻസസ് നമ്മൾ ബിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അടയ്ക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരു സ്ക്രാംജെറ്റ് എഞ്ചിൻ കൊണ്ടുവരികയാണെങ്കിൽ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം. ലോഞ്ചിങ് കോസ്റ്റ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ സ്പേസ് ടെക്നോളജിയിലേക്ക് ഒരുപാട് കമ്പനികൾ വരും, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരും, ഒരുപാട് സാറ്റലൈറ്റ്സുകൾ വരും. സോ അതാണ് അതിൻ്റെ ഗുണം. പിന്നെ ഇതിൻ്റെ അടുത്ത ലെവൽ വരാൻ പോകുന്നത് നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ എയറും ഓക്സിജൻ എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇവിടുന്ന് പോയതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ എയറിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ എയറിൽ നിന്ന് തന്നെ ഫ്യൂവൽ യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു സിസ്റ്റം കൊണ്ടുവരികയാണ്. അപ്പോൾ അത് വളരെ എഫക്റ്റീവായ വളരെ ചീപ്പസ്റ്റ് ഒരു ഇന്നോവേഷനായി മാറും. അപ്പോഴത്തേക്കും സാറ്റലൈറ്റ്സിൽ നേരത്തെ പറഞ്ഞത് തന്നെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാവും. പിന്നെ മറ്റൊരു ഫാക്ട് എന്ന് വെച്ചാൽ റാംജെറ്റും സ്ക്രാംജെറ്റും ഒരു എയർ ബ്രീത്തിങ് എൻജിൻസ് തന്നെയാണ്. അത് പല സ്പേസ് ഏജൻസികളാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ അടുത്തൊരു പോയിന്റ്, നമുക്ക് റാംജെറ്റിനെയും സ്ക്രാംജെറ്റിനെയും കുറിച്ച് കൂടുതൽ നോക്കാം. റാംജെറ്റ് ഈസ് ഫോം ഓഫ് എ എയർ ബ്രീത്തിങ് ജെറ്റ് എൻജിൻ ദാറ്റ് യൂസസ് എ വെഹിക്കിൾ ഫോർവേഡിങ് മോഷൻ ടു കംപ്രസ് ഇൻകമിങ് എയർ ഫോർ കമ്പഷൻ വിത്തൗട്ട് ദ റൊട്ടേറ്റിംഗ് കംപ്രസർ. അപ്പോൾ റാംജെറ്റിൻ്റെ പ്രത്യേകത അതായിരുന്നു, എയർ ബ്രീത്തിങ് ആണ്. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഇൻകമിങ് എയറിൽ നിന്ന് തന്നെ കമ്പഷൻ നടത്തും. അതിലൊരു റൊട്ടേറ്റിംഗ് കമ്പഷൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളൊരു കമ്പഷൻ ചേംബർ ഉണ്ട്. സോ ആ ചേംബറിനുള്ളിൽ ഫ്യൂൽ ഉണ്ട്. ആ ഫ്യൂൽ ഭയങ്കര ചൂടായിരിക്കുമായിരിക്കും. സോ അതും ഓപ്പോസിറ്റ് വരുന്ന എയറും കൂടെ ചേർന്നിട്ട് കംപ്രസ്ഡ് എയറും കൂടെ ചേർന്ന് രണ്ടും കൂടെ കത്തിയിട്ട് തീ പിടിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റാംജെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ റാംജെറ്റിന് ഇവിടെ നിന്ന് പോകാൻ നേരം ഒരു അസിസ്റ്റൻറ്റ് ടേക്ക് ഓഫ് വേണമായിരുന്നു. അതായത് റോക്കറ്റ് പോലത്തെ ഒരു സാധനം അതിൻ്റെ കൂടെ. എന്തിനാന്ന് വെച്ചാൽ ഈ റോക്കറ്റ് നമുക്കറിയാം നമ്മുടെ ഭൂഗുരുത്വാകർഷണം കടന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ 11.2 km/s സ്പീഡിൽ ട്രാവൽ ചെയ്യണം. സോ ഇറ്റ് നീഡ് ആൻഡ് ഗുഡ് ട്രസ്റ്റ്, ഒരു ആക്സിലറേഷൻ വേണമായിരുന്നു. ആ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി, സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരു അസിസ്റ്റൻറ്റ് റോക്കറ്റ് വേണമായിരുന്നു. പിന്നെ റാംജെറ്റ് ഏറ്റവും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് സൂപ്പർസോണിക് സ്പീഡുകളിലാണ്. അതായത് Mach 3 മുതൽ Mach 6 വരെ. അതിന് മുകളിലേക്ക് പോയാൽ റാംജെറ്റിൻ്റെ എഫിഷ്യൻസി കുറയാണ് ചെയ്യുന്നത്. അതായത് ഹൈപ്പർസോണിക് എന്നൊരു മേഖലയിലേക്ക് നമ്മൾ റാംജെറ്റ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മൾ സ്ക്രാംജെറ്റിനെ കുറിച്ച് വരുന്നത്. സോ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഈസ് ദ ഇംപ്രൂവ്ഡ് ഓവർ റാംജെറ്റ് എഞ്ചിൻ. റാംജെറ്റിൽ നിന്ന് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആണ് സ്ക്രാംജെറ്റ്. ഏറ്റവും വലിയ യൂണിക്നെസ് ആയ കാര്യം, ഇത് ഓക്സിജൻ എയറിൽ നിന്ന് തന്നെ ഡ്രോ ചെയ്യുന്നു. അത് നേരെ പോകുന്ന വഴി അത് എയർ എടുക്കുന്നു. പിന്നെ ഓർഡിനറി റോക്കറ്റും ഇത് തന്നെ ചെയ്യുന്നത്. പക്ഷേ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കംപ്രസർ അതിൻ്റെ ഉള്ളിൽ വെക്കണമായിരുന്നു ആ എയറിനെ ഡ്രോ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. പിന്നെ അതിന് കംപ്രസർ വേണം ഡ്രോ ചെയ്യാനും, അത് ഇഗ്നൈറ്റ് ചെയ്യാനും, ഫ്യൂവൽ ബേൺ ചെയ്യാനെല്ലാം. പക്ഷെ നമ്മുടെ ഈ സ്ക്രാംജെറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർസോണിക് സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ ആ വരുന്ന എയറിനെ തന്നെ അത് കംപ്രസ് ചെയ്യുകയും ഇൻഗ്നേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യും. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടക്കും. സോ റൊട്ടേഷൻ ബ്ലേഡൊന്നും അതിൻ്റെ ഉള്ളിലില്ല, കംപ്രസേഴ്സ് അങ്ങനെ പ്രത്യേകിച്ച് ചേമ്പറൊന്നുമില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതാണ് സൂപ്പർസോണിക് കമ്പഷൻ റാംജെറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം, സ്ക്രാംജെറ്റ്. സോ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ചെറിയ ടോപ്പിക്കോടെ കിടക്കുന്നുണ്ട്. ഹൈപ്പർസോണിക് മിസൈൽ എന്ന് വെച്ചാൽ എന്താണ്? മിസൈൽ ദാറ്റ് ക്യാൻ ട്രാവൽ അറ്റ് ദ സ്പീഡ് ഫാസ്റ്റർ ദാൻ 3800 മൈൽസ്, അതായത് 6115 കിലോമീറ്റർ ഒരു മണിക്കൂറിന് മുകളിൽ ട്രാവൽ ചെയ്യാൻ കഴിവുള്ളതാണെങ്കിൽ നമ്മളതിനെ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് വിളിക്കും. അത് ബാലിസ്റ്റിക് മിസൈലിനേക്കാളും ക്രൂയിസ് മിസൈലിനേക്കാളും ഫാസ്റ്ററാണ്. അത് കൺവെൻഷണൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ പേലോഡ്സുകൾ, ന്യൂക്ലിയർ ബോംബ്സിനെയൊക്കെ നമുക്ക് സെക്കൻഡ്സ് കൊണ്ട്, മിനിറ്റ് കൊണ്ട് വരെയെങ്കിലും എത്തിക്കാനാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ ഇതിന് വളരെ മാനുവറബിൾ ക്യാപ്പബിലിറ്റിയാണ്. ഇപ്പം നമ്മളൊരു പാത്തിലൂടെ പോളും സെറ്റ് ചെയ്ത് അങ്ങനെ മാത്രമല്ല പോവുക, അത് നമുക്ക് മാനുവർ ചെയ്ത് അതിൻ്റെ പാത്ത് ഡിവൈറ്റ് ചെയ്യാനെല്ലാം പറ്റുമായിരുന്നു. പക്ഷേ അതിന് നല്ല ഫാസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാലിസ്റ്റിക് മിസൈലിൻ്റെ മാനുവറിങ് സ്പീഡും ക്രൂയിസ് മിസൈലിൻ്റെ മാനുവറബിൾ ക്യാപ്പബിലിറ്റിയും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്പീഡ് എന്നുള്ളത് ഇത്ര കൂടുതലായതുകൊണ്ട് അവരെ ട്രാക്ക് ചെയ്യാൻ വളരെ പാടാണ്. ട്രാക്ക് ചെയ്യാൻ നമ്മളെപ്പോഴും മറ്റേ സിഗ്നൽസ് ഉപയോഗിച്ചാണ്. സോ അതിലൊന്നും ഇത് പിടിക്കില്ലായിരുന്നു, വളരെ ഫാസ്റ്റസ്റ്റ് ആയതുകൊണ്ട്. ഈ വർഷം മാർച്ചിൽ US ഒരു അൺആർമഡ് ആയിട്ടുള്ളൊരു ഹൈപ്പർസോണിക് മിസൈൽ ടെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ചൈനയും റഷ്യയും അതുപോലെ തന്നെ ഇതുപോലത്തെ ഹൈപ്പർസോണിക് വെപ്പൺസ് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അടുത്ത വാർത്തയാണ് ഫെലൂഡ എന്ന ഹെഡിങ് കാണാൻ പറ്റും. ഫെലൂഡ കൊമേഴ്ഷ്യൽ ലോഞ്ച് ഓഫ് ഫെലൂഡ, ദ ടാറ്റ ക്രിസ്പർ കോവിഡ്-19 ടെസ്റ്റ്. ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടെസ്റ്റാണ്. ആ ടെസ്റ്റിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ കിട്ടി. പക്ഷെ നമ്മളിവിടെ ഇപ്പോഴും ആൻറ്റിജൻ ടെസ്റ്റും RT-PCR ടെസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. ക്രിസ്പർ കാസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നില്ല. സോ എന്താ നോക്കാം.
അപ്പോൾ എന്തൊക്കെയാണ് 3 ടെസ്റ്റ്? ഒന്ന് ആൻറ്റിബോഡി ടെസ്റ്റ്. ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കൊറോണ എങ്ങനെ വരുന്നതെന്നുള്ളതൊക്കെ വേറെ ക്ലാസ്സസിൽ ഓൾറെഡി ഞാൻ വരും. അപ്പോൾ അത് നമ്മൾ കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഇൻ കേസ് വൈറസ് കയറി കഴിഞ്ഞാൽ ബോഡി സം ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസ് കയറുന്നത്, അപ്പോൾ അങ്ങനെ ഒരു ആൻറ്റിജൻ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തുന്നത്. സോ ആൻറ്റിജൻ ടെസ്റ്റ് ആൻറ്റിജൻ ടെസ്റ്റ് നടത്തുമ്പോൾ ആൻറ്റിജൻ കാണുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ ഓൾറെഡി സ്പൈക്ക് പ്രോട്ടീൻസ്, അതായത് കൊറോണയുടെ പുറത്തുള്ള സ്പൈക്ക് പ്രോട്ടീൻസ് എൻ്റർ ചെയ്തു. സോ അതിനെ എതിർക്കാൻ വേണ്ടി ബോഡി ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്തെന്ന് തെളിയിക്കുകയാണ് ആൻറ്റിജൻ ടെസ്റ്റ് വഴി. സോ അങ്ങനെ ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് COVID-19 ആണെന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ആൻറ്റിജൻ ടെസ്റ്റ് നടക്കുന്നത്. രണ്ടാമത്തെ ടെസ്റ്റാണ് RT-PCR ടെസ്റ്റ്. RT-PCR ടെസ്റ്റ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആണ്. അതായത് അതിൻ്റെ DNA RNA സ്ട്രക്ചറിൻ്റെ വ്യത്യാസം നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ DNA ആണ് ഉണ്ടാവുക. കൊറോണ പക്ഷെ നമ്മുടെ ബോഡിയിലേക്ക് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് RNA വെച്ചിട്ടാണ്. ഓക്കെ, RNA-യിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. RNA ഉള്ളത് സെൽ ഫ്ലൂയിഡിനുള്ളിലാണ്. സോ സെൽ ഫ്ലൂയിഡിൽ RNA-നെ എഫക്റ്റ് ചെയ്യുകയും അതുപോലെ അതിൻ്റെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്ന ടെസ്റ്റാണ് RT-PCR ടെസ്റ്റ്. സോ ഇതിനെ രണ്ട് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് കാസ്പർ കാസ് എന്നൊരു ടെസ്റ്റ് കൊണ്ടുവന്നത്. സോ എന്താണ് Cas9 ടെക്നോളജി? ഇത് വളരെ റാപ്പിഡായിട്ട് നടത്താൻ പറ്റും. RT-PCRനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ചിലവ് കുറവാണെന്ന രീതിയിൽ വന്നതായിരുന്നു. അപ്പോൾ നോക്കാം. സോ ക്രിസ്പർ എന്ന വാക്കിൻ്റെ അർത്ഥം ക്ലസ്റ്റേർഡ് റെഗുലേറ്ററി ഇൻ്റർസ്പേസ്ഡ് ഷോർട്ട് പാലൻഡ്രോം റിപ്പീറ്റ് ഇസ് എ ടെക്നോളജി. അതൊരു ടെക്നോളജിയാണ്. ആൻഡ് Cas9 എന്നുള്ളത് അതിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീനാണ്. അതൊരു സിസർ പോലെ ആക്ട് ചെയ്യും. അതായത് ഇത് ബേസിക്കലി പറയുന്നത് ജനറ്റിക് എഡിറ്റിംഗ് ടെക്നോളജിയാണ് സംഭവം. ഓക്കെ, അതായത് ഒരു ഒരു ഓർഗനൈസേഷൻ്റെ ജീൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് ജനറ്റിക്കലി നമ്മൾ എഡിറ്റ് ചെയ്യുന്നൊരു മെക്കാനിസമാണിത്. ഇതൊരു എന്താ പറയുക, രോഗം മാറ്റുന്നൊരു ടെക്നോളജിയും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് ഒരാൾക്ക് ഇപ്പോൾ COVID-19 വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ജനറ്റിക് ചെയിനിൽ എവിടെയെങ്കിലും ചെറിയൊരു DNA ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ടാവാം. അതായത് നമ്മുടെ RNA റെപ്ലിക്കേറ്റ് ചെയ്ത് വരുന്ന വൈറസസ് അതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കാസ്പർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ അതിലെവിടെയാണോ മാറ്റം വന്നിരിക്കുന്നത് അവിടെ നമ്മുടെ Cas9 എന്ന പ്രോട്ടീൻ ചെന്ന് ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റി അവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന DNA സ്ട്രാൻഡ് തന്നെ അവിടെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവരുന്നൊരു രീതിയാണ് ഇതിൻ്റെ. സോ ഇത് വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയുക ചെയ്യാൻ പറ്റുന്ന രീതിയും വളരെ ചീപ്പസ്റ്റായ രീതിയിൽ ഒരാൾക്ക് അവിടെ ജീനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നോ എന്ന രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അയാൾക്ക് COVID ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനും പറ്റുമായിരുന്നു. സോ വളരെ നല്ലൊരു ടെക്നോളജിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ അതിൽ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ്. വാട്ട് ഈസ് ഫെലുഡ? COVID-19 ടെസ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയത്? ഹൈ ഡിറ്റക്ഷൻ റേറ്റ്സ്, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ടെസ്റ്റ് ഹാസ് ഹൈ ബെഞ്ച്മാർക്ക്, 96% സെൻസിറ്റിവിറ്റി, 98% ഓഫ് സ്പെസിഫിസിറ്റി ഫോർ ഡിറ്റക്ടിങ് ദ നോവൽ കൊറോണ വൈറസ്. RT-PCR പോലെ തന്നെ വളരെ ഗുഡാണ്. പിന്നെ ടാറ്റയുടെ ഇതിൻ്റെ ആക്യുറസി ലെവൽ പഴയ RT-PCR ടെസ്റ്റിനേക്കാളും വളരെ കൂടുതലാണ്. RT-PCR ടെസ്റ്റിനെ പോലെ തന്നെയാണ്, മോർ എഫിഷ്യൻ്റ് ആണ്. ടൈം ആൻഡ് മണി കുറയ്ക്കാം. പിന്നെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. പിന്നെ ഹൈ ആക്യുറസി, സ്കെയിലബിൾ ആൻഡ് റിലേറ്റീവ്ലി ടെസ്റ്റിംഗ് ലെസ് ദാൻ 100 days. 100 ദിവസത്തിനുള്ളിൽ ഇത് ടെസ്റ്റ് ചെയ്ത് നമ്മളിത് റിലയബിളാക്കി. അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു ടെസ്റ്റിംഗ് ടെക്നോളജി ആയിരുന്നു അത്. ഓക്കെ, അപ്പോൾ അതെന്താ വരാതിരുന്നതെന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എന്താണ് ഈ ഒരു ക്രിസ്പർ ടെക്നോളജി എന്നുള്ള മാത്രമായിട്ടൊരു വീഡിയോ, സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടാം. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവും. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് പോകാം. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആൻഡ് ഇലക്ഷൻ. സോ നമ്മുടെ ഈ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാണല്ലോ. അതുപോലെ തന്നെ ഇലക്ഷൻ എന്ന സംഭവം ഇപ്പോഴും നമ്മൾ ബാലറ്റ് വോട്ട് തന്നെയാണ് നടത്തുന്നത്. സോ അതൊന്നും മാറി നമ്മൾ ഡിജിറ്റൽ സെറ്റപ്പിലേക്ക് ഇലക്ഷനെ മാറ്റിയാലോ എന്നൊരു ചിന്ത ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ IIT മദ്രാസും തമിഴ്നാട്ടിലെ ഈ ഗവൺമെൻറ് ഏജൻസിയും കൂടെ അതിന് പറ്റിയ പോസിബിലിറ്റി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്താലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ചാണ് പറയുന്നത്. സോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ളത് വിച്ച് അലോ ഇൻഫർമേഷൻ ടു ബി ഡിസ്ട്രിബ്യൂട്ട് ഡിജിറ്റലി വിത്തൗട്ട് ബീങ് കോപ്പി ആവാതെ ഒരു ഇൻഫർമേഷന് നമുക്ക് ഡിജിറ്റലായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ആരാണോ വോട്ട് ചെയ്യുന്നുള്ളത് കറക്റ്റ് ഇലക്ഷൻ കമ്മീഷന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, വേറെ ആർക്കും അത് അറിയാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇതൊരിക്കലും ഓൺ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഏജൻസിയോ കമ്പനി ഒന്നുമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടറാണ്, കമ്പ്യൂട്ടേഴ്സിൻ്റെ ക്ലസ്റ്റർ ഓഫ് കമ്പ്യൂട്ടേഴ്സാണ്, ഒരു സിംഗിൾ എൻറ്റൈറ്റി അല്ല. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ഷെയർ ചെയ്യുന്നില്ല. ഈ ഡാറ്റ നമുക്ക് എന്താ പറയുക വളരെ സീക്രട്ടായിട്ട് വെക്കാനും പറ്റും, അതുപോലെ തന്നെ പബ്ലിക്കിലേക്ക് നേരിട്ട് ഷെയർ ചെയ്യാനും പറ്റും. സോ അതുകൊണ്ടൊരു വോട്ട് എന്നാൽ അങ്ങനത്തെ രീതിയിലേക്ക് ഇത് വരുന്നില്ല.
ബ്ലോക്ക് ചെയിൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ലെഡ്ജർ ഉപയോഗിച്ച ക്രിപ്റ്റോ കറൻസിൻ്റെ കേസസിലാണ്. ബിറ്റ് കോയിൻസിലും അതുപോലെ തന്നെ ഡിജിറ്റൽ മണി, ഫേസ്ബുക്ക് അങ്ങനെയൊക്കെയാണ് ഇത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയിൽ പോലെ ഇലക്ഷൻ നമുക്ക് സുഖമായിട്ട് നടത്താൻ പറ്റും എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഈ ഇലക്ഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന കൺസേൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പൺ ടു ഹാക്ക്. അതെ, നമ്മുടെ ഇൻ്റർനെറ്റ് ബേസ് ചെയ്ത് എന്തൊരു സാധനമായാലും അതിനെ ഹാക്ക് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. ഒന്നാമത് നമുക്കിവിടെ റെഗുലേഷൻ വയലേഷൻ റൂൾസ് അല്ലെങ്കിൽ ഹാക്കിങ്ങിനെതിരെയുള്ള റൂൾസും കാര്യങ്ങളൊന്നും ഇല്ല. അതിപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ മാൽവെയർ അതിനെ ഫങ്ഷൻ ചെയ്യാനും അതിനെ അറ്റാക്ക് ചെയ്യാനും സെർവറിലേക്ക് ഒരാൾക്ക് പ്രെഡിക്റ്റേറ്റ് ചെയ്യാറും പിന്നെ വോട്ട് വേറെ രീതിയിൽ ഓവർ വോട്ട് ചെയ്യിക്കാൻ, അങ്ങനെ ബാലറ്റിൻ്റെ കൗണ്ടിൽ തെറ്റിക്കാൻ, അങ്ങനെ ഒരുപാട് ചാൻസസ് അതിൽ കാണുന്നുണ്ട്. രണ്ടാമത്തെ മിസ്യൂസ്ഡ് ബൈ ഫോറിൻ ഇൻ്റലിജൻസ് ആൻഡ് കോർപ്പറേറ്റ്സ്. ഓൺലൈൻ ടെക്നോളജി ഒരു വോട്ടിംഗ് സിസ്റ്റം ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വോട്ട് എന്തായാലും ഇൻ്റർനെറ്റിലൂടെയാണ് നടത്തുക. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യപ്പെടാനും ടാമ്പർ ചെയ്യാനൊക്കെ ചാൻസസ് ഉണ്ട്. പിന്നെ വോട്ടിംഗ് പ്രിഫറൻസ് ആൻഡ് പാറ്റേൺ മേ ബിക്കം പബ്ലിക്. അനദർ പ്രോബ്ലം ഈസ് ദാറ്റ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഈസ് ദാറ്റ് വോട്ട് ചെയ്യിക്കുന്നതിന് മുന്നേ ആ വോട്ട് ചെയ്യുന്ന ആളുടെ കമ്പ്യൂട്ടറിലോ അതെ ഫോണിലോ വൈറസ് ഒന്നും ഇല്ലാന്ന് ആദ്യം ഷുവർ ചെയ്യണം. സോ അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരുടെയും ഫോൺസും കാര്യങ്ങളൊക്കെ വൈറസ് ഫ്രീ ആക്കുക, അത് ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് ഇല്ലാന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ വോട്ട് വേണമെങ്കിൽ നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ കോഡിംഗ് എല്ലാം തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നത് നേരെ ഒരാൾക്ക് പോവുക. അങ്ങനെ വോട്ടിംഗ് നമുക്ക് ഈ ബ്ലോക്ക് ചെയിൻ വഴിയുള്ള ഈ കോഡിംഗ് നന്നായി അറിയുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് എന്താ പറയുക, അത് ഓരോ പാർട്ടിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ നമുക്ക് ഗവൺമെൻറ് റെഗുലേഷൻ്റെ ഭാഗത്തുനിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അറിയാനുള്ള രീതിയും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രശ്നം. സോ കേസ് സ്റ്റഡി ഓൾറെഡി പറയുന്നുണ്ട്, ഇറ്റ് വാസ് പോസിബിൾ ടു ആക്സസ് ആൻഡ് ഡീക്രിപ്റ്റ് ദ വോട്ട് സ്റ്റോർഡ് ഇൻ ബ്ലോക്ക് ചെയിൻ ഡ്യൂ ടു ദ ഫ്ലോ ഇൻ ക്രിപ്റ്റോഗ്രാഫിക് ഇംപ്ലിക്കേഷൻ. ഇത് ഓൾറെഡി റഷ്യയിലുണ്ടായൊരു ഇഷ്യൂ ആണ്. അവിടെ വോട്ടിംഗ് ഒരാൾ ജയിച്ചപ്പോൾ ഓൺലൈൻ വോട്ടെല്ലാം തെറ്റായിരുന്നു എന്നും അത് വേറെ രീതിയിലാണ് എത്തിച്ചതെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇപ്പോഴും വയ്ക്കാത്തത്. ഇന്ത്യയിൽ ഈ ഒരു മെത്തേഡാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. സോ ബേസിക്കലി പറയാം, യൂസ് ഓഫ് ടെക്നോളജി നോ ഗ്യാരണ്ടി ദ സേഫ്റ്റി ഓഫ് ഇലക്ഷൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ബാലറ്റ് വോട്ടിൻ്റെ തന്നെ പുറകെ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഭാവിയിൽ കുറച്ചും കൂടെ സേഫായിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഇന്ത്യയിൽ കുറച്ചും കൂടെ ഇലക്ട്രോണിക് റെഗുലേഷൻ റൂൾസും കാര്യങ്ങളും എല്ലാം വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ വോട്ടിംഗ് ടെക്നോളജിക്കലായിട്ടുള്ള വോട്ടിംഗ് പ്രതീക്ഷിക്കാമെന്ന് വിശ്വസിക്കാം. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാർത്തയാണ്, വീനസിലുള്ളൊരു വാർത്തയാണ്, സ്പേസ് റിലേറ്റഡ് ആണ്. നേച്ചർ ആസ്ട്രോണമി പബ്ലിഷ് എ പേപ്പർ ഓഫ് ഫൈൻഡിങ് ഓഫ് ഫോസ്ഫൈൻ ഗ്യാസ് ഇൻ വീനസിൽ ഫോസ്ഫൈൻ ഗ്യാസ് കണ്ടതായിട്ട് പറയുന്നു. ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത് വീനസിൽ 2017 പിന്നീടുള്ള സ്റ്റഡിയിൽ നിന്നും നമ്മൾ കൺഫേം ചെയ്യുകയും ചെയ്തു 2019 അത് ഫോസ്ഫൈൻ ഗ്യാസ് തന്നെയാണെന്നുള്ളത്. ഈ ഫോസ്ഫൈൻ എന്നുള്ളത് ജീവനാംശത്തെ കാണിക്കുന്നതാണോ നോക്കാം. ഒന്നാമത് നമുക്കറിയാം വീനസ് ആണ് സണ്ണിൻ്റെ അടുത്തുള്ളത്, അതുകൊണ്ട് വളരെ ചൂടുള്ളൊരു ഗ്രഹമാണ്. അതുപോലെ തന്നെ അവിടുത്തെ സർഫസ് ടെമ്പറേച്ചർ എന്നുള്ളത് 406 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അവിടുത്തെ മിക്ക മെറ്റൽസ് അവിടെ ഉണ്ടാവില്ല, മെൽറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ അവിടെ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ കൂടുതലും കാർബൺ ഡയോക്സൈഡ് ആണ്. സോ വീനസ് ക്ലൗഡ്സ് ആർ മെയ്ഡപ്പ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സോ ആസിഡിക് ആണ്. സോ അതിൻ്റെ pH സ്കെയിലും നമ്മുടെ pH സ്കെയിലിനേക്കാൾ അപ്പുറമാണ്. നമ്മുടെ pH സ്കെയിൽ കുറവാണ്, 17 മുതൽ 0 വരെ ഉള്ളൂ. സോ അതിനപ്പുറം വേണം ഈ വീനസിൽ നോക്കാൻ, കാരണം അവരുടെ ക്ലൗഡ്സ് മേടിച്ചിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ അടുത്തുണ്ടായ ചില കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് പറയാം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയായ വീനസ് എക്സ്പ്രസ് ആണ് 3 ഓക്സിജൻ ആറ്റംസ് അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. 3 ഓക്സിജൻ ആറ്റം ഉദ്ദേശിക്കുന്നത് ഓസോണിനെയാണ്. അത് ഓസോൺ ഉണ്ടാകുന്നത് അറ്റ്മോസ്ഫിയറിൽ അവിടെ എന്തോ ബയോളജിക്കൽ പ്രോസസ് നടക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഫോസ്ഫൈൻ്റെ ട്രേസസ് അവിടെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അതൊരു ബയോമാർക്കറാണ് ഈ ഫോസ്ഫൈൻ എന്നുള്ളത്. PH3 ആണ് ഫോസ്ഫൈൻ്റെ ഫോർമുല, PH3. അപ്പോൾ അതൊരു ചെറിയൊരു ജീവൻ്റെ എന്തോ ഒരു തുടിപ്പാടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഫോസ്ഫൈൻ ഗ്യാസിനെ കുറിച്ച് കൂടുതൽ നോക്കാം. ഫോസ്ഫൈനിൽ ഒരു ഫോസ്ഫറസും 3 ഹൈഡ്രജൻ, ഞാൻ പറഞ്ഞല്ലോ PH3 ആണുള്ളത്. ഇതെപ്പോൾ പുറത്തേക്ക് വരും? ഇറ്റ് ഗീവ് ഔട്ട് ബൈ സം ബയോളജിക്കൽ പ്രോസസ്, ബയോകെമിക്കൽ പ്രോസസ്സിൻ്റെ പരമായാണ് പുറത്തേക്ക് എപ്പോഴും ഫോസ്ഫൈൻ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ഇൻ ആൻ അറ്റ്മോസ്ഫിയർ റിച്ച് ഇൻ കാർബൺ ഡയോക്സൈഡ് ഇറ്റ് ഈസ് ലൈക്ലി ടു ഗെറ്റ് ഡിസ്ട്രോയിഡ് സൂൺ. പക്ഷേ കാർബൺ ഡയോക്സൈഡ് ധാരാളമുള്ള അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് അവിടെ കിടന്ന് ഡിസ്ട്രോയ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. സോ ആകെ 20 പാർട്സ് പെർ ബില്യണിൽ മാത്രമേ ഫോസ്ഫൈൻ അവിടെ ഉള്ളത്. ഈ പാർട്സ് പെർ ബില്യൺ തന്നെ ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. അതായത് 1 ബില്യണോളം ഗ്യാസ് എടുത്താൽ അതിൽ വെറും അതിൻ്റെ 20 ഭാഗത്ത് മാത്രമേ ഫോസ്ഫൈൻ കാണുന്നുള്ളൂ. സോ അത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിൽ അവിടെ ഉള്ളൂ എന്നാണ് കൂടി പറയുന്നുണ്ട്. സോ അതൊരു ബയോസിഗ്നേച്ചർ ഗ്യാസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഫോസ്ഫൈൻ ഈസ് എ നാച്ചുറൽ ബൈ പ്രൊഡക്റ്റ് ഓഫ് ലൈഫ്. അതെ, ചില ബയോകെമിക്കൽ റിയാക്ഷൻസിന് മാത്രം പുറത്തേക്ക് വരുന്നതാണ് ഫോസ്ഫൈൻ. ഒരു പോയിന്റ് അവിടെ എഴുതിയിട്ടുണ്ട്, ഫോസ്ഫൈൻ ഹാസ് നോ അബയോട്ടിക് ഫോൾസ് പോസിറ്റീവ്സ്.
നത്തിങ് ബട്ട് ലൈഫ് ക്യാൻ നേച്ചറലി പ്രൊഡ്യൂസ് ദ ഗ്യാസ് ഓൺ എർത്ത്. ആ ഗ്യാസ് വേണമെങ്കിൽ ഭൂമിയിൽ നിന്നും നേച്ചറലി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. ക്യൂരിയോസിറ്റി ഓഫ് റിസർച്ചേഴ്സ്. ചില റിസർച്ചേഴ്സ് പറയുന്നുണ്ട് അവിടെയുള്ള ആനിമൽസിനും അല്ലെങ്കിൽ ഓർഗാനിസത്തിനും തിക്കായിട്ടുള്ള ഷെല്ലുണ്ടാവും. അപ്പോൾ ആ ഷെല്ലുള്ളതുകൊണ്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെ കോൺടാക്ട് വരുന്നില്ല, അതുകൊണ്ട് അവരോട് സർവൈവ് ചെയ്യുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീനസിൽ ഒരുപാട് സൾഫ്യൂരിക് ആസിഡ് ഉള്ളതുകൊണ്ട് വളരെ ഹൈലി കൊറോസീവായൊരു എൻവയൺമെൻറ്റാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു ബലൂൺസ് എല്ലാം ലാൻഡിങ് ആവുന്നതും അത്ര ഫീസിബിൾ അല്ല. ഓക്കെ, ബലൂൺ അല്ലെങ്കിൽ മെഷീൻസ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഫീസിബിൾ എന്ന് പറയുന്നത്. നമുക്ക് മനുഷ്യൻ ലാൻഡിങ് വളരെ ബുദ്ധിമുട്ടാണ് വീനസിൽ. അടുത്ത മിഷൻ ടു വീനസ്. വീനസിലേക്ക് വരെ മെഷീൻസ് പോകുന്നുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജപ്പാൻ്റെ അക്കാട്സുക്കി ഓർബിറ്റർ, അത് സെക്കൻഡ് ഡെഡിക്കേറ്റഡ് വീനസ് മിഷനാണ്. യൂറോപ്പിൻ്റെ വീനസ് എക്സ്പ്രസ് 2014 ഓക്കെ. അടുത്ത മിഷൻ ടു വീനസ് ഹാവ് ബീൻ പ്ലാൻഡ് ബൈ നാസ ആൻഡ് ISR. നാസ ISR കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വൈൽ നാസാസ് മിഷൻ ഈസ് സ്ലോട്ടഡ് ഫോർ ലോഞ്ച് നെക്സ്റ്റ് ഇയർ. ഈ വർഷം പോവും. ISRയുടെ മിഷൻ 2023 പോവും. ശുക്രയാൻ 1 ഈസ് എ പ്രൊപ്പോസ്ഡ് ഓർബിറ്റർ ടു വീനസ് ബൈ ഇന്ത്യൻ സ്പേസ് റിസർച്ച്. ISRയുടെ ശുക്രയാൻ 1 ഒരു വീനസ് ഓർബിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ടു സ്റ്റഡി ദ സർഫസ് ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് വീനസ്. സോ ഇത്രയാണ്. ഇനി അടുത്തൊരു ലാസ്റ്റ് ടോപ്പിക് വരുന്നത് റെസ്റ്റിംഗ് ഓഫ് മൂൺ എന്നൊരു ടോപ്പിക്കാണ്. സോ ലാസ്റ്റ് ടോപ്പിക്കാണ് റെസ്റ്റിംഗ് ഓഫ് മൂൺ. അതായത് മൂണിൻ്റെ കളർ സ്ലൈറ്റ്ലി റെഡായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അതൊരു എർത്തിൻ്റെ ഫോൾട്ടായിട്ടാണത് കാണുന്നത്. ആ ഒരു പ്ലാനറ്റ്സ് അറ്റ്മോസ്ഫിയർ മേ ബി കോസിങ് ദ മൂൺ ടു റെസ്റ്റ്. സോ അതാണ് പുതിയ റിസർച്ചിനെ കണ്ടുപിടുത്തം പറയുന്നത്. സോ അവിടെ റീസൺ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രയാൻ 1 കണ്ടുപിടിച്ച കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് അയൺ മിനറൽസ് ഉണ്ട്. അതായത് Fe2O3യുടെ അംശം കൂടുതലാണെന്ന് പറയുന്നത്. അതായത് ഓക്സിഡേഷൻ ഓഫ് അയൺ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹെമറ്റൈറ്റ് Fe2O3 ഉണ്ടാകാനുള്ള കാരണം. ഓക്സിഡേഷൻ ഓഫ് അയൺ സംഭവിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ സർഫസിൽ നിന്ന് വരുന്ന ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കത് റെഡായി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂൺ ടൈഡൽ ലോക്ക് ഇതൊരു ഭൂമിയുടെ ഒരു സാറ്റലൈറ്റാണ്. അപ്പോൾ ടൈഡൽ ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കാണുന്ന മൂണിൻ്റെ ഒരേ സൈഡ് തന്നെയാണ്. സോ ആ ഒരു നമ്മൾ നേരിട്ട് കോണ്ടാക്ട് വരുന്ന ആ സൈഡിൽ മാത്രമാണ് ഈ റെഡ് കളർ വരാനുള്ള കാരണം. അതായത് ആ ഭാഗത്തുള്ള അയണാണ് ഓക്സിഡേഷൻ നടന്ന് Fe2O3 ആവാനുള്ള കാരണം. ഓക്കെ, സോ ഈ PDF കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴ്ത്തതാണ്. സോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ PDF നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോക്കസ് മാഗസീൻ ഒക്ടോബർ 2020 എന്ന് ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്ക് ഈ PDF ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും ഈ നോട്ട്സ് എല്ലാവരും നോക്കുക. ഇനി നാളെ നമ്മൾ ഇതേപോലെ ഇന്ന് ഒക്ടോബർ പോലെ നവംബർ ഡിസംബർ എല്ലാ മാസത്തിനെയും നമ്മളിങ്ങനെ വരും ദിവസങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. സയൻസ് ആൻഡ് ടെക്നോളജി മാത്രമല്ല ബാക്കി എല്ലാ ടോപ്പിക്സുകളും ഇതുപോലെ ഓരോ ദിവസമായിട്ട് റിവിഷൻ വരുന്നതാണ്. താങ്ക് യു.